കണ്ണ്, ഇത് മൂക്ക്, ഇത് ചുണ്ടി, ഇത് അയ്യേ ചിച്ചി, ഇങ്ങനെയുള്ള കുട്ടികളിൽ ആദ്യമേ ഇതെന്തോ ഒരു വലിയ തെറ്റാണെന്നുള്ള ഒരു ധാരണ നമ്മൾ കൊടുക്കുന്നുണ്ട്. പുരുഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം സ്ത്രീ ഇത് അനുഭവിക്കേണ്ട ഒരു കാര്യം എന്ന് മാത്രമാണ് കാണുന്ന കാഴ്ചയിലാണ് ഒരു പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ല. അത് അതിരാത്രിയോടുകൂടി ഒരു വിധം ഇപ്പൊ എക്സ്പെക്ടേഷൻ പോവാണ്. ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? എത്രയോ സ്ത്രീകൾ എന്നോട് പറയുന്നറിയോ, എനിക്ക് ഉറങ്ങുമ്പോൾ തലയണമർത്തി കൊല്ലാൻ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ. അത്രയും വിശ്വസിച്ച് സ്നേഹിച്ചൊരു മനുഷ്യൻ ചതിക്കുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. എന്റെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഡിവോഴ്സ് ചെയ്യാന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. സംശയമാണെന്ന് പറയുമ്പോൾ ഒരു തോട്ട് എന്റെ മിസ്റ്റേക്ക് ആണോ. ചിതയിൽ നിന്ന് എഴുന്നേറ്റാലും ചിന്തയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല എന്നാണ് മുതുകാട് പറയുന്നത്. മനുഷ്യർക്ക് മടുക്കും. എഫേർട്ട് എടുക്കുന്നതിലാണ് എല്ലാം. കമ്മ്യൂണിക്കേഷൻ ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനെയും റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരാളെ ഇന്നത്തെ സ്ത്രീക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഒരു ദിവസം 4 തവണ വിളിച്ചാലും നമുക്കൊരു 4 മിനിറ്റേ ആവുള്ളൂ. പക്ഷെ അതുപോലും പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഹൈ ഡിയേഴ്സ്, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ. അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പം ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവർക്കൊപ്പം എത്താനുള്ളൊരു ഓട്ടത്തിൽ പല ആളുകളും ഓവറായിട്ട് സ്ട്രെസ്ഡ് ആകുന്നു, ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നു. അൾട്ടിമേറ്റ്ലി അവരുടെ മെൻ്റൽ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് പേസിലുള്ള ലൈഫ് സ്റ്റൈലിലും നമുക്കെങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്തും പേഴ്സണൽ ലൈഫും ഒക്കെ കെയർ ചെയ്ത് മുൻപോട്ട് പോകാം എന്നുള്ളൊരു കാര്യം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉള്ളത് എക്സ്പേർട്ട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഷഫീന മാം ആണ്. മാം ഒരു സർട്ടിഫൈഡ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്റർ ആണ്. ഓൾസോ ഷീ ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ഫാമിലി, കപ്പിൾ ആൻഡ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. വെൽക്കം മാം. താങ്ക് യു മാം. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഒരു പനി വന്നാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കും. അല്ലെങ്കിൽ എന്ത് രോഗാവസ്ഥയാണെങ്കിലും വേഗം പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തത് മാറ്റണം എന്നുള്ളൊരു തോട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇപ്പം ഓരോ ഇൻഡിവിജ്വലും ഇപ്പം നമുക്ക് ആൻസൈറ്റി ഉണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടെന്നൊക്കെ നമുക്ക് സ്വയം റിയലൈസ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ എന്നാലും അത് മറ്റാൾക്കാരോട് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഒരു മടി, അത് പണ്ട് കാലത്ത് നല്ല രീതിയിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അതോ അതിലൊരു മാറ്റം വന്നിട്ടുണ്ടോ? കമ്പാരിറ്റീവ്ലി ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോഴത്തെ ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സോഷ്യൽ മീഡിയയുടെ ഇൻവോൾവ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ഒരു കൗൺസിലിംഗ് എടുക്കാനും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എടുക്കാനും ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എടുക്കാനും ഒക്കെ ആളുകൾ വരുന്നുണ്ട്, റെഡിയാണ്. അപ്പം നേരത്തേക്കാൾ ആളുകൾ മെന്റൽ ഹെൽത്തിൽ അവെയർ ആണ്. ഉറപ്പായിട്ടും. കാരണം സമാധാനമാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ട്. ഉറപ്പായിട്ടും അവര് കൗൺസിലിംഗ് എടുക്കും. മാം, അപ്പം വേറൊരു കാര്യം, ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആയിരിക്കും ഇപ്പൊ അധികം വീടുകളിലും. അപ്പം നമ്മളൊരു ഫാമിലി ഒക്കെ ഒന്ന് സെറ്റിൽ ആക്കാനും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഓടുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ ഒരു രണ്ടാളുകൾക്കും അവരവരുടേതായ വർക്ക് സ്പേസിൽ പ്രഷറുകൾ ഉണ്ടാവും. അപ്പൊ അത് കാരണം അവരെന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് അത് നഷ്ടമാകുന്നത്, അതായത് ഫാമിലി ലൈഫ് നഷ്ടമാകുന്നു, അങ്ങനത്തെ കേസസ് വരാറുണ്ടോ? ഉറപ്പായിട്ടും. നമുക്കിപ്പോൾ US UK പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കേസസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ്. അവർ ഫൈനാൻഷ്യലി സെറ്റിൽ ആവുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ചോയ്സ്. നിങ്ങൾ എന്തിനാണോ പ്രയോറിറ്റൈസ് കൊടുക്കുന്നത് ഫാമിലി ലൈഫിനാണെങ്കിൽ അത് രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ജോബ് ഇതിനെ കരിയറിനെയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ അറിയാത്തത് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ നമ്മൾ തിരഞ്ഞെടുക്കും ഒരേ ഫീൽഡിലാവുന്ന സമയത്ത് ചിലപ്പോൾ മോർണിംഗ് ഹസ്ബൻഡിനായിരിക്കും അല്ലെങ്കിൽ നൈറ്റ് വൈഫിനായിരിക്കും, കാണൽ അപൂർവമായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന കുറെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊരു ലാക്ക് ഓഫ് ഇന്റിമസി കുറയും, ലാക്ക് ഓഫ് ടൈം കുറയും. ഇങ്ങനെ ഇന്റിമേറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് കുറയുമ്പോൾ പതുക്കെ അതായത് എപ്പോഴും കാണുന്നൊരു മനുഷ്യനിൽ നമ്മൾക്ക് വേണമെന്നൊരു തോന്നല് വേണ്ടേ? അതെ. അപ്പോൾ മാം, ഈ എന്താ പറയുന്നത്, ഇപ്പം ഈ ഒരു വർക്ക് പ്രഷർ വന്ന് അങ്ങനത്തെ വരുന്ന ആളുകളോട് മാം അതിന് ഓവർകം ചെയ്യാൻ, അതായത് ഇപ്പം അവർക്ക് അവരുടെ ജോബ് കളയാൻ പറ്റില്ല, അല്ലെങ്കിൽ രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ ഇപ്പോൾ ഒരു ടിപ്പ് അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ എന്ത് അഡ്വൈസ് കൊടുക്കും? നമ്മുടെ ലൈഫിന് നമ്മളാണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ജോലി, നമുക്ക് ടൈറ്റ് ഷെഡ്യൂളാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കരിയർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യം ചിലതിന് നമ്മൾ എല്ലാം നേടി എടുക്കാൻ ഓടുമ്പോൾ ചിലപ്പോൾ ചിലത് നഷ്ടമാകും. പക്ഷെ അതിനുള്ള ടൈം മാനേജ്മെന്റ് വളരെ എഫേർട്ട് ഇടണം.
അതുപോലെ നമ്മൾ ആ ടൈം മാനേജ്മെന്റ് അതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കണം. എഫേർട്ട് എടുക്കുന്നതിലാണ് എല്ലാം. മാം ഇപ്പം നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഇന്റിമസി എന്നുള്ള വേർഡ് വന്നല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഇമോഷണൽ ഇന്റിമസിയുടെ കാര്യം ചോദിക്കുവാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ലവ് മാരേജസ് തന്നെ എടുക്കാം. അപ്പം ഈ ആദ്യം പരിചയപ്പെടുന്ന സമയത്തൊക്കെ ഭയങ്കരമായ ഇമോഷണൽ കണക്ഷനും ഇന്റിമസിയും ഒക്കെ തോന്നിയിട്ടാണല്ലോ മാരേജ് വരെ എത്തുന്നത്. പക്ഷെ കല്യാണത്തിന് ശേഷം ഈ ഒരു ഇന്റിമസി ഇല്ല, അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് കോമൺ അല്ലേ? അപ്പം അങ്ങനത്തെ കേസസ് വരുമ്പോൾ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത്? നമ്മൾ രണ്ടുപേരും സ്ത്രീകളാണ് അല്ലെ, ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ ഫാമിലി ലൈഫിൽ നോക്കുവാണെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കാത്ത പക്ഷം, അതായത് ഈ എഫേർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 100x0 ഒരാൾ മാത്രം എഫേർട്ട് എടുക്കുക, ഒരാൾ മാത്രം ആ ലൈഫിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുക. പക്ഷെ ഇപ്പോഴുള്ള ആള് 0 ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ രണ്ടുപേരും കൂടി എടുക്കുന്ന എഫേർട്ടാണ് ഒരു ഫാമിലി ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് മടുക്കും. ആളുകൾക്ക് പെട്ടെന്ന് മടുക്കും. ഒരു പുതുമയില്ലെങ്കിൽ ഒരേ ലൈഫ് സ്റ്റൈല്, രാവിലെ ജോലിക്ക് പോകുന്നു, രാത്രി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഉറങ്ങുന്നു, പിന്നെ ഇതേപോലെ തന്നെ. അപ്പം നമ്മളെയൊക്കെ ഹാപ്പി ആക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ സർപ്രൈസുകൾ, ഒന്നിച്ച് ചായ കുടിക്കുന്നത്. ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ഇന്നത്തെ എന്ത് കാര്യം എടുത്ത് നോക്കിയാൽ ബിസിനസ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ തോറ്റുപോകും. ഈ ഒരു മൊബൈല് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് വേർഷനാണ്. അപ്പൊ എഫേർട്ട് എടുത്തില്ലെങ്കിൽ ബന്ധങ്ങൾ ആളുകൾക്ക് മടുക്കും. അപ്പം നമുക്ക് ഈ ഒരു ഇമോഷണൽ ഇന്റിമസി കൂട്ടാനാണെങ്കിൽ ലൈക്ക് എന്തൊക്കെയായിരിക്കും? ഇപ്പം എഫേർട്ട് ഇടണം എന്ന് പറഞ്ഞു, അത് ഏത് രീതിയിലുള്ളതായിരിക്കണം? ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ആണോ? ഇത് ഡിഫറെന്റ് ആണ് പുരുഷനും സ്ത്രീക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ വിളിക്കാൻ ഏകദേശം എത്ര സമയം വേണ്ടി വരും? ഒരു മിനിറ്റ് മതി. നമുക്ക് സുഖമാണോ, അല്ലെങ്കിൽ നീ ഓക്കെ ആണോ, നീ ഫുഡ് കഴിച്ചോ എന്ന് നമുക്ക് ഒരു ദിവസം 4 തവണ വിളിച്ചാൽ നമുക്കൊരു 4 മിനിറ്റേ ആവുള്ളൂ. പക്ഷെ അതുപോലും പ്രയോറിറ്റൈസ് കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ സ്പേസ് ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യം പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി അവരെ ഹാപ്പി ആക്കുന്ന കാര്യം പറയുക എന്നുള്ളതാണ്. അതല്ലാതെ മാം ആ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴാണ് പലരും പറയുന്നത് ഇപ്പം സംസാരിക്കാനായിട്ടിരുന്ന ലാസ്റ്റ് അടിയിലേ അവസാനിക്കും. അതെ അതെ, അങ്ങനെ പറയില്ലേ? അപ്പൊ അത് ഇപ്പം ആ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ മാം എന്ത് സജഷനാണ് കൊടുക്കുന്നത്? ക്വാളിറ്റി ആയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്, ഈ ചില മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കി പെരുമാറുക എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പം ചില ആളുകൾക്ക് ഈ കോമഡി ഇഷ്ടമല്ല, ചില ആളുകൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ജെനുവിനായും അല്ലെങ്കിൽ ഒരുപാട് മനസ്സിലാക്കാൻ ഫാമിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. ചേസ് ചെയ്യാൻ നിർത്തിയാൽ തന്നെ പല പ്രശ്നങ്ങളും തീരും. സ്പേസ് കൊടുത്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഇപ്പോൾ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നമുക്ക് സ്പേസ് തരുന്നിടത്തല്ലേ ബ്യൂട്ടിഫുൾ ആവുക. അല്ലെങ്കിൽ ആ ആളൊരു ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ ആൾക്കും ഇഷ്ടമുണ്ട്, താല്പര്യങ്ങളുണ്ട്, അവർക്ക് അവരുടെ ഡ്രീമിനെ നമ്മൾ പെർസ്യൂ ചെയ്യാൻ സഹായിക്കുമ്പോഴല്ലേ നമുക്ക് ആ മനുഷ്യനോട് സ്നേഹവും. അല്ല എല്ലാത്തിനെയും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരാളെ ഇന്നത്തെ സ്ത്രീക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല. മാം ഇപ്പൊ ഇത് പറയുമ്പോൾ പല രീതിയിൽ, അതായത് സ്പേസ് കൊടുത്ത് പക്ഷെ നമ്മൾ രണ്ടുപേരും തമ്മിലൊരു ഇന്റിമസി വേണം താനും. ഇത് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓവറടി മാം പറഞ്ഞ ചേസ് ചെയ്ത് പോവുക അല്ലെ, അല്ലെങ്കിൽ ഒട്ടുമേ ശ്രദ്ധിക്കാതെ രണ്ടുപേരും. ഇന്നത്തെ കുട്ടികൾക്ക് കമ്പാരിറ്റീവ്ലി സെക്സ് വളരെ കുറവാണ്. കാരണം ഒന്നാമത് സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ പഠിക്കുന്ന ഒരു സിലബസിലും എന്താണ് ഈ സെക്സ് എന്ന് പറയുന്നത് വൾനറബിലിറ്റി മാത്രമല്ല. സെക്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് വെള്ളം പോലെ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോലെ ദിസ് ഈസ് ഓൾസോ എ ബേസിക് നീഡ് അല്ലേ. അപ്പൊ ഇത് പറയുമ്പോൾ കുട്ടികളോട് വരെ നമ്മൾ ചെറുപ്പത്തിലെ എന്താ പറയാ, നമ്മളിത് കണ്ണ്, ഇത് മൂക്ക്, ഇത് ചുണ്ടി, ഇത് ഇങ്ങനെയുള്ള കുട്ടികളിൽ ആദ്യമേ ഇതെന്തോ ഒരു വലിയ തെറ്റാണെന്നുള്ള ഒരു ധാരണ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങുകയാണ് അല്ലെ സെക്സ് എഡ്യൂക്കേഷൻ. നമ്മൾ അല്ലെങ്കിൽ ഇത് പറയാൻ പാടില്ല, ഒരു ചാനലിൽ നല്ല ഒരു ഇന്റിമേറ്റ് രംഗം കണ്ട അത് കട്ട് ചെയ്യുക. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തോ വലിയ തെറ്റാണെന്നുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു പുരുഷനോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇത് പുരുഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം, സ്ത്രീ ഇത് അനുഭവിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ശരിക്കും സെക്സിനോടുള്ള ഇമോഷണൽ ഇന്റിമസി കഴിഞ്ഞാൽ. അതാണ് ഫിസിക്കൽ ഇന്റിമസി. ഇപ്പം ഈ ഇമോഷണൽ ഇന്റിമസി ഇല്ലാത്തത് കൊണ്ടാണോ ഫിസിക്കൽ ഇന്റിമസിയും കുറയുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? 2 രീതിയിലുണ്ട്. സ്ത്രീ ഇമോഷണൽ ആണ്. സ്ത്രീക്ക് അവള് കേൾക്കുന്നവനെ അല്ലെങ്കിൽ അവളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളോടാണ് ഇഷ്ടം വരുള്ളൂ. അതിൽ നിന്നാണ് ശരിക്കും ഇൻറ്റിമസിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല. പുരുഷന് കാണുന്ന കാഴ്ചയിലാണ്, അയാളുടെ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയിലാണ് ഒരു പുരുഷൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതായത് കാണുന്ന
കാണുമ്പോഴാണ് അവർക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരുന്നത്. പക്ഷെ സ്ത്രീക്ക് അങ്ങനെ പറ്റില്ല. അത് വ്യത്യാസമാണ്. അവരെ നമ്മൾ ഒരു മൂഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഒരു ലൈംഗികത ഉണർത്തുന്നത്. ഇപ്പം മാമിൻ്റെ അടുത്ത് ഇപ്പം വേറൊരു എക്സ്ട്രീമും എനിക്ക് മാമിനോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഒട്ടുമേ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാത്ത ഒരു കപ്പിൾ വരുവാണെങ്കിൽ മാം അവരോട് ഇപ്പം സെക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ല. നമുക്ക് വേണം, അല്ലെങ്കിൽ സ്നേഹം ഉണ്ട് എന്നുള്ളിടത്ത് മാത്രമാണ് ഇത് രസകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തീരെ നമ്മൾ സെക്സ് തെറാപ്പിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതുമൊക്കെ വേണമെന്നുള്ളിടത്താണ്. ഇയാള് മാറ്റിയെടുത്താൽ എനിക്ക് ഓക്കെയാണ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു കുറവും വരത്തില്ല, ഈ ഒരു കാര്യം മാത്രമാണ്, ഇത് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. പക്ഷെ ഇതല്ല, ഇത് ഒന്നുമില്ലാതെ വരുമ്പോൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞ പോയി. അത് ഇമോഷണലി അൺഅവൈലബിലിറ്റി ആണെങ്കിലും നമുക്ക് പ്രശ്നമാണ്, ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ആണെങ്കിലും പ്രശ്നമാണ്. ഇത് എല്ലാം നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മാം, ഇപ്പം ഈ ഒട്ടും ഫിസിക്കൽ ഇൻറ്റിമസി ഇല്ലാത്ത ആളുകളുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. പക്ഷെ ഇതിന് വേറൊരു സൈഡില്ല. അതായത് ഈ ചില കപ്പിൾ വരുവാണെങ്കിൽ ഫോഴ്സ്ഡ് സെക്സ് ചെയ്യുക, അല്ലെങ്കിൽ സെക്ഷൽ ഫാന്റസീസ് കാരണം പാർട്ട്ണറിന്റെ അങ്ങനത്തെ ഒരു വൈകൃതങ്ങൾ കാരണം ട്രോമയിൽ പോകുന്ന ആളുകളില്ലേ? അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും. അപ്പം നമ്മളൊക്കെ കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭർത്താവ് ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, നമുക്ക് ഭയങ്കര അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും യാത്ര. ഇതാണ് ഒരു സ്ത്രീ എപ്പോഴും ഒരു പുരുഷനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യും. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എൻ്റെ ഫാമിലി, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറിൽ നിന്ന്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. ഇന്നും ഒരു പേഴ്സണാലിറ്റി നോക്കിയിട്ടല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കുന്നത്. നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇത്ര കാലഘട്ടം ഇത്ര വലുതായിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്ന ക്രൈറ്റീരിയ എന്താണ്? അതിനൊരു മാറ്റം വന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആദ്യ രാത്രിയോട് കൂടി ഒരു വിധം ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ പോവാണ്. പിന്നെ ചിലവർ സഹിച്ച് ജീവിക്കുന്നവരുണ്ട്, ചിലവർ അതിനെ ആസ്വദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ചിലവർ ആ ട്രോമയിൽ ജീവിതകാലം, പലർക്കും പറയാൻ മടിയാണ്. ഹൈപ്പർ സെക്ഷുവാലിറ്റി ഒരിക്കലും പുരുഷന് മാത്രമല്ല, സ്ത്രീക്കും ഉണ്ട്. അങ്ങനത്തെ കേസസും വരുന്നു. സ്ത്രീക്കും ഉണ്ട്, സ്ത്രീകളെയും പറയുന്നുണ്ട്. മാമിന്റെ അടുത്ത് വരുന്ന ഇങ്ങനത്തെ ആളുകൾ എങ്ങനെയാ ഇവര് ഇതിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ? സെക്ഷുവൽ ഡിസോർഡറിന് പലപ്പോഴും അത് എക്സിബിഷൻ ആയിക്കോട്ടെ, വോയറിസം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് അതായത് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനേ പറ്റുള്ളൂ. അതായത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കൗൺസിലിംഗ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകളെയും മാറ്റിയെടുക്കുക എന്നുള്ളതല്ല. ചിലപ്പോൾ അവർക്ക് ഹോർമോണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് എൻഡോക്രൈനോളജിസ്റ്റിനോ അതല്ലെങ്കിൽ സൈക്കാട്രീനെയൊക്കെ നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ മൈൻഡ് ആൻഡ് മാറ്റർ. അതായത് ഒരു മനസ്സിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ശരീരം പ്രവർത്തിക്കണമെന്നില്ല, ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ മനസ്സ് പ്രവർത്തിക്കണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഒരാളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണ്, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറവാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എൻഡോമെട്രോസിസ്, അഡിനോമയോസിസ്, PCOS ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ, മൂഡ് സ്വിങ്സ്, ദേഷ്യം, വാശി, ഇതൊക്കെ ഇങ്ങനെ കാണിക്കും. എന്തിനാണ് ഈ പെണ്ണ് ഇങ്ങനെ ചൂടാവുന്നത് എന്നൊക്കെ പല ഭർത്താക്കന്മാരും പറയാറില്ലേ? അപ്പോൾ ദേഷ്യം, വാശിയൊക്കെ. അപ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല, അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ നോക്കണം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ്. എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകളോടൊക്കെ ഞാൻ പറയാറുണ്ട്, അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ കറക്റ്റ് ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ D3 കുറവാണെങ്കിൽ, മെഗ്നീഷ്യം കുറവാണെങ്കിൽ, ഇതൊക്കെ നമ്മളെ ബാധിക്കും, ഭയങ്കരമായിട്ട് ഉറക്കത്തെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയതാൽ മാത്രമാണ്, അത് വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു പാർട്ട്ണർക്ക് മാത്രമാണ് അതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് രണ്ട് എക്സ്ട്രീം ആണ് അല്ലേ മാം? അതായത് ഒട്ടും ഇന്റിമസി ഇല്ലാത്തവരോട് നമ്മൾ സെക്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ആസെക്ഷുവലും അല്ലെങ്കിൽ ബൈസെക്ഷുവലും ഒക്കെ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് കേസൊക്കെ വരുന്ന സമയത്ത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വെളിപ്പെടുത്തുക. നല്ല ലൈഫ് കിട്ടുന്ന ഒരാൾ നിങ്ങൾ ജീവിതം കളയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അസെക്ഷുവലാണ് അല്ലെങ്കിൽ ബൈസെക്ഷുവലാണ്, പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരു നല്ല ജീവിതം കണ്ടുവരുന്ന ഒരു സ്ത്രീയെ, ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഒരു ഗേ എന്തിനാണ് ഒരു സ്ത്രീയെ കല്യാണം? ലൈഫ് കളയേണ്ട കാര്യമില്ല. ഇത്രയും ലൈഫ് സിമ്പിളാണ്. നിങ്ങൾക്ക് എത്ര ആളുടെ കൂടെ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതല്ല, ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ലൈഫിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരാളെയും ചെളിവാരി തേക്കേണ്ട കാര്യമില്ല, ആരെയും മോശം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വാക്കൗട്ട് ചെയ്യാം. നിങ്ങൾ മരിക്കേണ്ട കാര്യമില്ല, ആസിഡ് ഒഴിക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുമല്ലേ?
ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് അല്ലേ? അപ്പൊ അതാ മാം, ഇപ്പം അടുത്തൊരു ഞാൻ ചോദിക്കാൻ വന്നതാണ് ഡിവോഴ്സ് കേസസ്. ഇപ്പൊ ഡിവോഴ്സ് കേസസ് ലൈക്ക് ഇപ്പം പെട്ടെന്ന് ഡിവോഴ്സ് എന്നൊരു ചെറിയൊരു ഫൈറ്റ് അല്ലെങ്കിൽ തമാശയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഫണ്ടിൽ പറയുന്നുണ്ട്. പിന്നെ ചെറിയൊരു കേസ് വന്നാലും അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാതെ വേഗം പണ്ടത്തെ കാലത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെയൊക്കെ പേരൻസിന്റെ ടൈമിൽ അവരൊന്നും ഒരു തവണ പോലും ഈ ഒരു വേർഡ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രയും വലിയ ഇഷ്യൂസ് വന്നാലും അങ്ങനെ ആണ് അവരെ ആ ഒരു സൊസൈറ്റി പറഞ്ഞ് പഠിപ്പിച്ചത് എന്താണെങ്കിലും സഹിച്ച് നിൽക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളും പെട്ടെന്ന് നോക്കിയെങ്കിൽ അപ്പം അങ്ങനത്തെ ഒരു ചേഞ്ച് മാമിന് തോന്നുന്നു ഡിവോഴ്സ് കേസസ് കൂടുന്നുണ്ട്. ഇന്നത്തെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇന്നത്തെ സ്ത്രീക്ക് വേണ്ടത് റെസ്പെക്റ്റ് ആണ് അല്ലേ? അവർക്ക് സ്പേസ് ആണ്. ആ സ്പേസ് കൊടുക്കാത്ത അല്ലെങ്കിൽ അവരുടെ ഡ്രീമിനെ പെർസ്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്ത ഒരു പുരുഷനെ ഇന്നത്തെ സ്ത്രീക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക എന്ന് പറയുന്ന സ്ത്രീകൾ ഇന്നും ഉണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു സ്നേഹത്തിൽ അടിമപ്പെട്ടു പോവുക. നമ്മൾ ചില വിചാരിക്കും കള്ളു കുടിക്കുക അതല്ലെങ്കിൽ മയക്കുമരുന്നാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു മനുഷ്യനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ലൈഫിലും പോവുകയാണ് നമ്മുടെ. ആ ഇമോഷൻ, ആ ഇതൊരു ട്രോമയിൽ നിന്ന് നമുക്ക് എഴുന്നേറ്റ് വരാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന എത്രയോ സ്ത്രീകൾ ഇന്നുണ്ട്. നമ്മുടെ കേസിൽ വരുന്നൊന്നും സാധാരണ സ്ത്രീകളല്ല, അവരൊക്കെ വളരെ ബോൾഡാണ്. വരുന്നെല്ലാം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകള്, ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള എത്രയോ ആളുകൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇമോഷണലി നമ്മുടെ ആ പാർട്ട്ണറിൽ ഇൻവെസ്റ്റഡ് ആണ്. അത് സെക്ഷുവലി ആവാം, അത് ഫിസിക്കലി ആവാം, അത് ഇമോഷണലി ആവാം. ഇങ്ങനെ അവർ ഇൻവെസ്റ്റ് ആയതുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. മാം, അപ്പം ഡിവോഴ്സ് കേസസ് നമ്മൾ കൂടുന്നെന്ന് പറയുന്നെങ്കിലും പൂർണ്ണമായിട്ട് ഡിവോഴ്സ് വേണ്ടെന്നുള്ള ഒപ്പീനിയൻ ഉള്ളവരും ഉണ്ട്. ഇപ്പം ലൈക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും സഹിച്ചു നിൽക്കുന്നവരുണ്ടെന്നാണ് പറയുള്ളൂ. നിങ്ങളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് അതിലൊരു സന്തോഷമില്ല, നിങ്ങൾക്ക് എപ്പോഴും സങ്കടമാണ്, നിങ്ങൾക്ക് അതിലെപ്പോഴും ഡിപ്രഷനാണ് തോന്നുന്നത്, നിങ്ങളെ ഒരു രീതിയിലും വളരാൻ സഹായിക്കുന്നില്ലെങ്കിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ? ഡിവോഴ്സ് കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൂയിസൈഡൽ കേസ് ആയിക്കോട്ടെ, ഡിപ്രഷന്റെ കേസ് ആയിക്കോട്ടെ, ഇതൊക്കെ പണ്ടും ഉണ്ട്. ഇന്നിത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് അത്രയേറെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് കൊണ്ടാണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമല്ല അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പണ്ട് ലണ്ടനിൽ എന്ത് സംഭവിച്ചു നമുക്കറിയില്ല, തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു ഒന്നും നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഇട്ടാവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. നമ്മുടെ ഇവിടെ നടന്ന കാര്യങ്ങൾ മാത്രമേ കുറിച്ച് നമ്മൾ അവെയർ ആവുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്തൊക്കെയാണോ ലോകത്ത് നടക്കുന്നതൊക്കെ ഒരു കുടക്കീഴിൽ നമ്മുടെ ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കുട്ടികൾ പല പല രീതിയിലുള്ള എന്താ പറയാ ബ്രെഡ് ക്രമ്മിങ്, ബെഞ്ചിങ്, പല പല വേർഡ്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ബെറ്റർ അവർക്ക് ഹാപ്പി ആവുന്ന, അവർക്ക് അവരുടെ വൈബിനൊത്ത ആള്, അതാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവരുടെ വൈബിനൊത്ത് അവരുടെ അടിച്ചുപൊളിക്ക് പറ്റുന്ന ഒരാളെ മാത്രമാണ്. മാമിന്റെ ഒപ്പീനിയനിൽ ഡിവോഴ്സ് കേസ് കൂടുന്നു എന്ന് പറയുന്നെങ്കിലും ഇപ്പം അതാ ഞാൻ ഒരു പോയിന്റ് ചോദിച്ചത്, നല്ലതല്ലേ? ഉറപ്പല്ലേ? ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതെ ഹാപ്പി ഡിവോഴ്സ് എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഡിവോഴ്സ് ചെയ്യാന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാർട്ട്ണറെ ജ്യൂസ് കൊടുത്ത് കൊല്ലണ്ട, പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ട. എത്രയോ സ്ത്രീകൾ എന്നോട് പറയുന്നറിയോ, എനിക്ക് ഉറങ്ങുമ്പോൾ തലയണ അമർത്തി കൊല്ലാൻ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പം അവർ ഇമോഷണലി അൺഅവൈലബിൾ ആവുമ്പോൾ അവർക്ക് പലപ്പോഴും ഇങ്ങനെ ദേഷ്യം, വാശി, സങ്കടം, ഇതൊക്കെയാണ് ഈ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ഇതൊക്കെയാണ് ഈ പൊട്ടിത്തെറിയുന്നത്. അപ്പം ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ലൈഫ് ഒന്നേലുള്ളൂ, അതിന് നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ഹാപ്പി ആവാനുള്ള ലോകമുണ്ട്, അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് അടിപൊളിയാവണോ നമ്മുടെ നരകമാക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഹാപ്പി ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഫോറിനേഴ്സൊക്കെ ഇരുന്ന് ചായ കുടിച്ച് അവരവരും പാർട്ട്ണറെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെയാണ് ഡിവോഴ്സ് ആയ പിന്നെ മിണ്ടാൻ പാടില്ല, കുട്ടിയെ കാണിക്കാൻ പാടില്ല. കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നല്ലേ കമ്പാരിറ്റീവ്ലി? അപ്പോൾ മാമി പറഞ്ഞ പോലെ ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ഈ ഒരു ഇമോഷണൽ അഡിക്ഷൻ ഒരാൾ അങ്ങനെ വരുന്നവരോട് മാം ഈ ഒരു ഹാപ്പി ഡിവോഴ്സ് എന്നുള്ള കാര്യമായിരിക്കും അല്ലേ കൂടുതലല്ല? ഇതിപ്പോൾ നമ്മൾക്ക് ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് മോശമാണെന്ന് അറിയാം, പക്ഷെ എനിക്കിതിന്ന് എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് അറിയാത്ത ആളുകളുണ്ട്. അവിടെയാണ് നമ്മൾ ഒരു കൗൺസിലിങ് അല്ലെങ്കിൽ ഒരു തെറാപ്പി ഒക്കെ ചെയ്യാൻ ആളുകളോട് പറയുന്നത്. എങ്ങനെയാണോ ഇപ്പം നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളുടെ വൈഫ് അല്ലെങ്കിൽ ഒരാൾ ഹസ്ബൻഡ് ആണെങ്കിൽ അവരെങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക? ചിലവർ ഓവർ റിയാക്ഷൻ ചെയ്യുന്നവരില്ലേ, നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നവരില്ലേ, അപ്പൊ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ചിലവർ മക്കൾക്ക് വേണ്ടി സഹിക്കുന്നവരില്ലേ.
അല്ലെങ്കിൽ പാരൻസിന് വേണ്ടിയിട്ട് സൊസൈറ്റിയെ ഭയപ്പെട്ട് എല്ലാവരും ഒരേ ഇമോഷണൽ സ്റ്റേബിൾ. ഇപ്പം ഒരു ചില കേസ് ഒരാൾ എന്നെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ ഞാൻ എടുക്കുന്ന അതേ അളവിലാണോ നിങ്ങൾ എടുക്കുക? ഇല്ലേ? ചിലപ്പോൾ എനിക്ക് ആൻസൈറ്റി ആകെ പേടി, അയ്യോ ആളുകൾ അറിയോ എന്നൊക്കെയുള്ള പേടി നിനക്ക് കൂളായിരിക്കും. ഇത് ആളെന്ത് പറഞ്ഞില്ല. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ മറ്റുള്ളവരുടെ ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ഒരു വരുന്ന ലേഡി ഇപ്പം മാം പറഞ്ഞ പോലെ അത്രയും ഇൻവെസ്റ്റഡ് ആണെങ്കിൽ മാം എന്തായിരിക്കും, അത് ഡിവോഴ്സ് അവർക്ക് താല്പര്യമില്ല. അപ്പം എങ്ങനെ അതൊരു ഇഷ്യൂ സോൾവ് ചെയ്യും? പക്ഷെ ആ ഓപ്പോസിറ്റ് ഉള്ള ആള് വളരെ റൂഡായിരിക്കും ഇവരോട്. പക്ഷെ ഇവർക്ക് അതിൽ നിന്ന് പുറത്തു പോകണ്ട. നമ്മളൊന്നൊരു കേസിൽ ഇപ്പം നിങ്ങളാണ് വരുന്നത് എങ്കിൽ വെച്ചാൽ നിന്റെ ഭാഗം മാത്രമല്ല കേൾക്കാം, ചിലപ്പോൾ നിന്നെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ഭർത്താവും കൂടി ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ആ ആളുടെ എക്സ്പെക്ടേഷൻ വെസ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ സ്ത്രീ എപ്പോഴും മനക്കോട്ട ഭയങ്കര ഉണ്ടാവും. എന്നോട് ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ അറിയാതെ എനിക്ക് സർപ്രൈസ് തരണം, ഞാൻ പറയാതെ പല കാര്യങ്ങളും ചെയ്യണം. പക്ഷെ പുരുഷൻ അങ്ങനെ, പുരുഷൻ വളരെ ലോജിക്കാണ്, അവനങ്ങനെ വല്ലാണ്ട് ചിന്തിക്കൊന്നുമില്ല. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അപ്പം രണ്ടുപേരെയും നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ രണ്ടുപേരോട് സംസാരിച്ചിട്ട് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ആൾക്ക് അറിയണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ നമ്മൾ ഏതൊരു കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ചൈൽഡ്ഹുഡ് നോക്കും. ചിലപ്പോൾ അവരുടെ വീട്ടിൽ അവർ അച്ഛനും അമ്മയും സ്നേഹത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. സ്നേഹം എന്ന് പറയുന്ന കാര്യം നമ്മൾ വീട്ടിൽ നമ്മൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനൊക്കെ മടിയാണ് അല്ലെ, മക്കള് കാണുമെന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു, തെറാപ്പി എന്നുള്ളത്. അപ്പൊ അത് മടിയാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിലും ഈ പാരന്റ്സ് തമ്മിൽ ഒന്നിച്ചിരിക്കുക കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇതൊന്നും കാണാത്ത ആളാണ്. ഈ ഹാപ്പിലി ഡിവോഴ്സിന്റെ നേരത്തെ കാര്യം പറഞ്ഞ പോലെ എപ്പോഴും വഴക്കും ബ്ലെയിമിങ്ങും മാനിപ്പുലേഷനും ഉള്ള ഒരു സ്ഥലത്ത്, അടിയും ബഹളമുള്ള ഒരു സ്ഥലത്ത് കുട്ടി വളർന്നാൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും ചൈൽഡ്ഹുഡ് ട്രോമ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഇപ്പം പല റീസൺസ് ഉണ്ടല്ലോ. അതിലൊന്ന് ഈ ഡിവോഴ്സിലേക്ക് എത്തുന്ന ഒരു റീസൺ ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അതെങ്ങനെ, ലൈക്ക് ചിലർ പറയും ഒന്നുമില്ല, ഇവള് വെറുതെ സംശയിക്കുകയാണ്, അല്ലെങ്കിൽ ഇയാൾ വെറുതെ സംശയിക്കുകയാണ്. പക്ഷെ ചിലപ്പോൾ പറയും എനിക്ക് ജെന്യുവൻ റീസൺ ഉണ്ടായിട്ടാണ്. അപ്പൊ ആ രണ്ട് കേസും എങ്ങനെയാണ്? ഈ പാരനോയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ വരുന്ന ആൾക്ക് നമ്മളെ സംശയിക്കും, നിങ്ങൾ എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സംശയം രോഗം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ ജനറ്റിക്കലി അവരുടെ പാരമ്പര്യമായിട്ട് അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവും. ചില കേസിൽ അങ്ങനെയല്ല. റിലേഷൻഷിപ്പിൽ ആയിരിക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരാള് നമ്മൾ ചീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ട്രസ്റ്റ് ഇഷ്യൂ വന്നു അല്ലെ. ആ ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ആള് പുറത്ത് പോകുമ്പോൾ ഭയങ്കര ഭയമാണ്. ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ വരുന്ന കേസ് എന്താ, മാഡം പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ടെൻഷനാണ്, നമ്പർ ബിസി ആയ ടെൻഷനാണ്, പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഈ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെയാണ് ദേഷ്യം വരിക, ലേറ്റ് ആയിട്ട് വരിക. ഇപ്പൊ ചില ഭർത്താക്കന്മാരാണ് ഞാൻ ലേറ്റ് ആയിട്ടാണ് വരിക, ഈ പ്രശ്നം കണ്ടിട്ട് ലേറ്റ് ആയിട്ടാണ് പേടിച്ചിട്ട് ലേറ്റ് ആയിട്ട് വരുന്ന ആള്. ഫോണില് ഫുൾ ടൈം ഇയാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ടൈം മൊബൈൽ നോക്കുന്ന, ഗാലറി നോക്കുന്ന, വാട്സപ്പ് നോക്കുന്ന, ഇങ്ങനെയുള്ള, അതായത് ഒരു അത്രയും വിശ്വസിച്ച് സ്നേഹിച്ചൊരു മനുഷ്യൻ ചതിക്കുമ്പോ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അതൊരു റീസൺ ഉണ്ടായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂ ആണ്. അതായത് അത് ഒരു റീസൺ ഉണ്ടായിട്ടുണ്ടാവുന്ന സംശയമാണ്. അതൊരു സംശയരോഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിനക്ക് സംശയമാണ്, നീ സംശയരോഗിയാണ്, അത് നിനക്ക് മാനസികമാണെന്ന് പറഞ്ഞ് അവർക്ക് തന്നെ സ്വയം ചിന്തിക്കും. അവിടെയാണ് ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റികളെയൊക്കെ നമ്മൾ കാണിച്ച അവരിങ്ങനെ പറയും നിനക്ക് സംശയമാണ്, അവരുടെ തെറ്റിനെ അവര് മറ്റേ ആളുടെ മാനിപ്പുലേറ്റ് ചെയ്യും. സംശയമാണെന്ന് പറയുമ്പോൾ ഒരു തോട്ട് വരും, ശരിക്കും എന്റെ മിസ്റ്റേക്ക് ആണോ. അതാണ് ചിലവർക്ക് അങ്ങനെ വിക്ടിം ഗെയിം കളിക്കാൻ നന്നായിട്ട് അറിയാം. അവര് നേരെ ഉൾട്ടെ നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. അപ്പൊ ഈ പെൺകുട്ടി ചിന്തിക്കും അയ്യോ എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ ആയിരിക്കും എന്ന്. അപ്പം ഇങ്ങനത്തെ കേസസിൽ ശരിക്കും ഒരു സെക്കൻഡ് ചാൻസ്, അതായത് നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെക്കൻഡ് ചാൻസിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടോ? അങ്ങനെ ഇതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ റിലേഷൻഷിപ്പ്. ചിലവർ പറയും വിശ്വാസം നഷ്ടപ്പെട്ട ഒന്നുമില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് വിശ്വാസം ബിൽഡ് ചെയ്തെടുക്കണം, അതിന് സമയം എടുക്കും. എല്ലാത്തിനും ഒരു സമയം എടുക്കും. ഒരു ട്രസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോ ആ കുറച്ച് സമയം, ഒരു 6 മാസം അല്ലെങ്കിൽ 1 year ഒക്കെ ചിലപ്പോൾ നമ്മൾ സഹിക്കേണ്ടി വരും. കാരണം വെച്ചാൽ അവര് അത്രയും സ്നേഹിച്ചിരുന്ന മനുഷ്യരെ അവരെ ബാക്ക് ടു ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണ്ടേ. ശരിക്കും ഇങ്ങനെയുള്ള കേസിലൊക്കെ ആരാണോ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാക്കിയത് അവരും കൂടെ അല്ലേ എനിക്ക് ഭയങ്കര പെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ ചില ഭാര്യമാരൊക്കെ പറയും
ചതിച്ച് വേറെ സ്ത്രീയായിട്ട് പോയിട്ട് ഇവര് സുഖമായിട്ട് കിടന്നുറങ്ങും. ഇവരിതൊന്നും നടക്കാത്ത പോലെ ആയിരിക്കും നടക്കും. പക്ഷെ ഇതുകൊണ്ടൊരു ആഘാതമേറ്റ സ്ത്രീകൾ ഉറക്കമില്ല, ഫുഡില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജോലി. ഈ റീസെൻ്റ് ആയിട്ടൊരു അബ്രോഡിൽ നിന്നൊരു ക്ലയൻറ്റ് വിളിച്ചപ്പം ഭയങ്കര വലിയ പൊസിഷനിലുള്ള ലേഡിയാണ്. അവർ പറഞ്ഞു ഞാൻ ജോലി രാജിവെക്കുകയാണ്, എനിക്ക് അവർക്ക് മന്ത്ലി 5 lakh സാലറി ഉള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ഞാൻ ജോലി രാജിവെക്കുകയാണ്, എനിക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം ഞാൻ അവനെ അങ്ങനെ സ്നേഹിച്ചതാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തെറ്റുപറ്റി ഇനി അങ്ങനെയൊന്നും അല്ല എന്നുള്ള ചേഞ്ച്, മാറ്റം മാറി തന്നെ കാണിക്കണം. അല്ലാതെ ഞാൻ മാറി, ഇന്നലെ നടന്ന കാര്യമാണ്, ഇന്നെല്ലാം മറന്നു, ഇന്നെല്ലാം മാറി, എല്ലാരും മറന്നു, എല്ലാരും മാറി നടക്കില്ല. മാറ്റം നമ്മൾ മാറ്റത്തിലൂടെ മനസ്സിലാക്കി കൊണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓവർ തിങ്കിങ്, അതെ, മനുഷ്യന്റെ ചിതയിൽ നിന്ന് എഴുന്നേറ്റാൽ ചിന്തയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല എന്നാണ് മുതുകാട് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞല്ലേ സ്ത്രീകൾ ഓവർ തിങ്കിങ്. ഞാൻ പറഞ്ഞു രണ്ടുപേരുടെയും ബ്രെയിൻ സ്ട്രക്ചർ തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ത്രീകൾ ഇങ്ങനെ കുറേ സ്പേസ് കൊടുത്ത് അത്രയധികം ചിന്തിക്കും. ഞാൻ എൻ്റെ കപ്പിൾ കൗൺസിലിങ്ങിനൊക്കെ അതായത് കപ്പിൾസ് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്ത്രീയെ അതായത് ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. ചിന്തിച്ച് ഏതറ്റം വരെയും ചിന്തിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അപ്പം തന്നെ ഒന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ ആക്കുക, ഇമോഷണലി അവർക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ്. എത്ര നിങ്ങൾ ദിവസം കഴിയുന്തോറും അത്രയും പ്രശ്നങ്ങൾ കൂടും. മാം പറഞ്ഞ ട്രസ്റ്റ് ഇഷ്യൂ തൊട്ട് വരുമ്പോൾ മാമിൻ്റെ അടുത്ത ഒരാൾ വന്നാൽ ഉടനെ അത് ഡിവോഴ്സിലേക്ക് മാം ഒരിക്കലും പറയില്ല, ഒരു സെക്കൻഡ് ചാൻസ് ഉള്ള ഓപ്ഷൻ കൊടുക്കും. അല്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ല, അതായത് ഈ ട്രസ്റ്റ് പോയ ഈ സ്ത്രീക്ക് ചിലപ്പം ക്ഷമിക്കാൻ പറ്റും സ്നേഹം ഉണ്ടെങ്കിൽ. ചില പുരുഷന്മാര് എത്രയോ സെക്ഷൽ ആയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് വരെ എനിക്ക് അവളെ മതി എന്ന് പറയുന്ന കേസുകളും കണ്ടിട്ടുണ്ട്. അന്ന് ഒരു ഹലോ, ഒരു സ്മൈലിക്ക് 2 ഹാർട്ട് കൊണ്ട് ഡിവോഴ്സ് ആയിരുന്ന ആളുകളുണ്ട്. ഇത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ചിലവർക്ക് അത്രയും വലിയ ഒരു എല്ലാവരും ഒരേ രീതിയിൽ എടുക്കുന്നവരല്ല. ഇപ്പോൾ ഒരു സ്മൈലിക്ക് 2 ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസാണ്. അത് എത്ര കാലം ആ പെൺകുട്ടിയുടെ മൈൻഡിലുണ്ടായിരുന്നു എന്നറിയോ. അപ്പോൾ ഇതല്ല ശരിക്കും ഈ വീഡിയോ കണ്ടിട്ടുള്ള കേസിൽ എനിക്ക് അവളെ മതി, എനിക്ക് അവളല്ലാതെ വേറെ ആരെയും പറ്റില്ല, എനിക്ക് അവള് എങ്ങനെ പോയാലും സാരല്ല, അവൾ എൻ്റെ ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ചില കേസിൽ വന്നു കഴിയുമ്പോൾ അവർ നമ്മളോട് പറയും, ഇത്രയും വർഷം ജീവിച്ചിട്ട് ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് ഒരു ഇതുള്ളൂ, ബാക്കി എല്ലാം കൊണ്ടും എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും, എന്നെ ടൂറ് കൊണ്ടുപോകും, എന്നെ അത് ചെയ്യും. ചില സ്ത്രീകൾ അഡ്മിറ്റ് ചെയ്യണം. ചില സ്ത്രീകൾ തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇങ്ങനെ ആവണമെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം ക്ഷമിച്ച് സഹിച്ച് ജീവിക്കേണ്ടവളാണ് ഒരു ഭാര്യ, എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത് ചെയ്യേണ്ടതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്.